Once again, all of you, welcome back to my YouTube channel. My name is Adra. So, nowadays we are discussing the second chemistry chapter of class 8th students, and our chapter name is Combustion and Flame. In our previous class, we discussed up to that inflammable substances. Okay, today we are going to discuss how do we control fire. How do we control ഫയർ. അപ്പൊ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻഫ്ലേമബിൾ സബ്സ്റ്റൻസ്, അപ്പം ഒരു ഒബ്ജക്റ്റ് എങ്ങനെയാണ് ഫയർ ക്യാച്ച് ചെയ്യുന്നത് എന്നൊരു പ്രോസസ്സ് നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു കഴിഞ്ഞു. ഇനി ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു വസ്തു ഫയർ ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരുപാടായി കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ആ ഫയറിനെ കൺട്രോൾ ചെയ്യുകയും കൂടി വേണം, അല്ലെ? അപ്പം ഒരു വസ്തു എങ്ങനെയാണ് ഫയർ ക്യാച്ച് ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ആ ഫയർ ഒരുപാടായി കഴിഞ്ഞാൽ നമുക്ക് അത് എന്ത് ചെയ്തേ പറ്റൂ, വി നീഡ് ടു കൺട്രോൾ ദ ഫയർ. ഓക്കെ, സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഹൗ ഡു വി കൺട്രോൾ ഫയർ. അപ്പം എങ്ങനെയാണ് ഫയർ കൺട്രോൾ ചെയ്യുന്നത് എന്നൊരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ഫയർഫോഴ്സ് തുടങ്ങിയ ആൾക്കാർ എന്തെങ്കിലും ഒരു തീപിടുത്തം ഉണ്ടായാൽ എന്ത് ചെയ്യാറുണ്ട്, വരാറുണ്ട്, അല്ലെ? അവർ വന്നു കഴിഞ്ഞാൽ നോർമലി എന്താ ചെയ്യുന്നത്, വാട്ടർ, ഇപ്പം ബിൽഡിങ്സിനോ അല്ലെങ്കിൽ ഏതെങ്കിലും കാടിനൊക്കെയാണ് തീ പിടിച്ചെങ്കിൽ അവർ എന്ത് ചെയ്യും, വെള്ളം അതിനകത്ത് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഈ വെള്ളം അതിൽ ഒഴിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, ഇപ്പം കാടാണ് അല്ലെങ്കിൽ കാട് കത്തുന്ന സമയത്തേക്ക് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, സോ വി ആർ പോറിങ് വാട്ടർ ഓൺ ദാറ്റ് ഫ്യൂവൽ. അപ്പൊ ഇവിടുത്തെ ഫോറസ്റ്റ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ എന്ത്, ഫ്യൂവൽ എന്ന് പറയുന്നത്, അല്ലെ? ഫ്യൂവൽ മീൻസ് കത്തുന്നതാണല്ലോ ഇവിടുത്തെ ഫ്യൂവൽ എന്ന് പറയുന്നത്. അപ്പൊ ഫോറസ്റ്റ് ഫയർ എന്ന് പറയുമ്പോൾ നൗ ദ ഫോറസ്റ്റ് ഈസ് ദ fuel, so they are pouring water on that fuel. At that time the water reduces their temperature. വാട്ടർ എന്ത് ചെയ്യുന്നു, അതിന്റെ ടെമ്പറേച്ചറിനെ റെഡ്യൂസ് ചെയ്യുകയും, ആൻഡ് അറ്റ് ദാറ്റ് ടൈം വാട്ടർ ബിക്കംസ് വാട്ടർ വേപ്പർ. വെള്ളം ചൂടായി കഴിയുമ്പോൾ എന്ത് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം, വേപ്പർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. ആൻഡ് ദേ പ്രിവെന്റ് ദ മൂവിങ് അതർവൈസ് പാസേജ് ഓഫ് ദാറ്റ് ഓക്സിജൻ. ആൻഡ് വാട്ടർ വേപ്പർ എന്ത് ചെയ്യും, ഓക്സിജൻ അങ്ങോട്ട് റീച്ച് ചെയ്യുന്നതിന്റെ ആ ഒരു എമൗണ്ടിനെ എന്ത് ചെയ്യും, കുറയ്ക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫയറിനെ നോർമൽ ആയിട്ട് പ്രിവെന്റ് ചെയ്യുന്നത്, അല്ലെ? അപ്പം അത്തരം വസ്തുക്കൾ നമ്മൾ എന്തെന്നാ പറയുന്നത്, ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പം വാട്ടർ ഇവിടുത്തെ എന്താണ്, ഫയർ എക്സ്റ്റിംഗ്വിഷർ ആണ്. അപ്പം നോർമലി നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് വെള്ളം എന്ത് ചെയ്യും, ആ ഫ്യൂവലിന്റെ ടെമ്പറേച്ചറിനെ കൂള് ചെയ്യുകയും ഫർദർ ആയിട്ട് ഫയർ സ്പ്രെഡ് ചെയ്യുന്നത് എന്ത് ചെയ്യുന്നു, പ്രിവെന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അത്തരം വസ്തുക്കളെ നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് അത് എന്താ ചെയ്യുന്നത്, കട്ട് ഓഫ് ദ സപ്ലൈ ഓഫ് എയർ, അല്ലെ? കട്ട് ഓഫ് ദ സപ്ലൈ ഓഫ് എയർ. ഇപ്പൊ നമ്മൾ വാട്ടർ ആണ് പോർ ചെയ്തെങ്കിൽ വാട്ടർ കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് ഫോമിലേക്ക് മാറും, വാട്ടർ വേപ്പർ ഫോമിലേക്ക് മാറുകയും ആ വാട്ടർ വേപ്പർ അവിടെ എയറിന്റെ കൃത്യമായിട്ട് ഫ്രീ ആയിട്ടൊരു മൂവ്മെന്റിനെ എന്ത് ചെയ്യും, പ്രിവെന്റ് ചെയ്യും. അപ്പം കട്ട് ഓഫ് ദ സപ്ലൈ ഓഫ് എയർ. അപ്പം എയർ കൃത്യമായിട്ട് എന്ത് ചെയ്യില്ല, പാസ് ചെയ്യില്ല. Then second one, bring down the temperature of the fuel. ആ ഫ്യൂവലിന്റെ ടെമ്പറേച്ചറിനെ എന്ത് ചെയ്യുന്നു, കുറയ്ക്കുന്നു. അപ്പൊ ഫർദർ ആയിട്ട് ഫയർ എന്ത് ചെയ്യത്തില്ല, സ്പ്രെഡ് ആകില്ല. ഒരു കാര്യം കൂടി നമ്മൾ നോട്ട് ചെയ്യുകയാണെങ്കിൽ, ഫ്യൂവൽ കനോട്ട് ബി എലിമിനേറ്റഡ്. മോസ്റ്റ് ഓഫ് ദ കേസസ് ഫ്യൂവൽ കനോട്ട് ബി എലിമിനേറ്റഡ്. ഇപ്പം ഒരു കാട്ടുതീയാണെന്ന് കരുതുകയാണെങ്കിൽ, കാടാണ് അവിടുത്തെ എന്തെന്ന് പറയുന്നത്, ഫ്യൂവൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് തീ പിടിച്ചു എന്ന് കരുതുക, അപ്പം ആ ബിൽഡിംഗ് ആണ് അവിടുത്തെ എന്ത്, ഫ്യൂവൽ എന്ന് പറയുന്നത്. അപ്പം ആ ഫ്യൂവലിനെ മോസ്റ്റ് ഓഫ് ദ കേസിൽ എന്ത് ചെയ്യാറില്ല, എലിമിനേറ്റ് ചെയ്യാറില്ല. നോർമലി ഒന്നുകിൽ ഓക്സിജന്റെ ആ ഒരു ഫ്രീ ആയിട്ടുള്ള മൂവ്മെന്റ് എന്ത് ചെയ്യും, കട്ട് ഓഫ് ചെയ്യും, അല്ലെങ്കിൽ ആ ഫ്യൂവലിന്റെ ടെമ്പറേച്ചറിനെ ബ്രിങ് ഡൗൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ദ കേസ് നമ്മൾ ഫ്യൂവൽ എന്ത് ചെയ്യാറില്ല, എലിമിനേറ്റ് ചെയ്യാറില്ല. എല്ലാ ടൈമിലും അത് പോസിബിൾ ആകത്തുമില്ല. ഇപ്പൊ ഒരു കാടിന് തീ പിടിച്ച സമയത്ത് കാട് അവിടുന്ന് റിമൂവ് ചെയ്യുക എന്നൊരു കാര്യം എന്തല്ല, പോസിബിൾ അല്ല. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്നുകിൽ അതിന്റെ ടെമ്പറേച്ചർ ബ്രിങ് ഡൗൺ ചെയ്യുക, എയറിന്റെ പാസേജ് എന്ത് ചെയ്യുക, കുറയ്ക്കുക. ഒന്നുകിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ രണ്ടുമായിരിക്കും എന്ത് ചെയ്യുന്നത്, ഫയർ എക്സ്റ്റിംഗ്വിഷ് ചെയ്യുന്ന സമയത്ത് അവിടെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പം എല്ലാ ടൈമിലും നമുക്ക് വാട്ടറിനെ എന്തായിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല, ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കില്ല. ഫോർ എക്സാമ്പിൾ വുഡ്, പേപ്പർ, ക്ലോത്ത്, ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വാട്ടറിനെ ഒരു എക്സ്റ്റിംഗ്വിഷർ ആയിട്ട് ഉപയോഗിക്കാം. ഓക്കെ, സോ അപ്പം ഫയർ എക്സ്റ്റിംഗ്വിഷ് ചെയ്യുന്ന സമയത്ത് അത് എന്ത് ചെയ്യുന്നു, കൂൾ ഡൗൺ ചെയ്യുക മീൻസ് ആ വസ്തുവിന്റെ, അതായത് ആ കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസിന്റെ ഇഗ്നീഷൻ ടെമ്പറേച്ചറിനെ എന്ത് ചെയ്യുന്നു, ബ്രിങ് ഡൗൺ ചെയ്യിക്കുന്നു. അപ്പം ഇഗ്നീഷൻ ടെമ്പറേച്ചർ ബ്രിങ് ഡൗൺ ചെയ്യാന്ന് പറഞ്ഞാൽ ഫർദർ ആയിട്ട് അവിടുത്തെ ബേണിംഗ് എന്തല്ല, പോസിബിൾ ആകില്ല. ഓക്കെ ആണല്ലോ. ഇനി പിന്നെ നമ്മൾ വാട്ടർ ആണെങ്കിൽ പറഞ്ഞു അതെന്തായി, വേപ്പർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം ഓക്സിജനെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ അനുവദിക്കത്തില്ല. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. പിന്നെ നമ്മൾക്ക് മുന്നേ പറഞ്ഞൊരു കാര്യമാണ് എന്തെന്ന് പറയുന്നത്,
ബേണിംഗ് പോസിബിൾ ആണെങ്കിൽ 3 വസ്തുക്കൾ എസെൻഷ്യൽ ആണ് അല്ലെ. 3 വസ്തുക്കൾ അവൈലബിൾ ആണെങ്കിൽ മാത്രമേ എന്താകത്തുള്ളൂ, ബേണിംഗ് പോസിബിൾ ആകത്തുള്ളൂ. അപ്പോൾ ഒന്നാമത്തെയാണ് നമ്മൾ ഫ്യൂവൽ അല്ലെങ്കിൽ നമ്മുടെ കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ എന്താണ്, അറ്റൈൻമെന്റ് ഓഫ് ഇറ്റ്സ് ഇഗ്നീഷൻ ടെമ്പറേച്ചർ. ആ ഒബ്ജക്ട് എന്ത് ചെയ്യണം, അതിന്റെ ഇഗ്നീഷൻ ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്യണം. തേർഡ് എന്ന് പറയുന്നത് എന്താണ്, ഓക്സിജൻ. ഓക്കെ, ദർ ഈസ് അവൈലബിലിറ്റി ഓഫ് ഓക്സിജൻ. ഈ 3 വസ്തുക്കൾ ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് സംഭവിക്കുന്നത്. അപ്പം ഈ 3 വസ്തുക്കളും ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ, ബേണിംഗ് പോസിബിൾ ആകത്തുള്ളൂ. അപ്പൊ ഫയർ എക്സ്റ്റിംഗ്വിഷർ അപ്ലൈ ചെയ്യാൻ മീൻസ് ഇതിൽ 3-ൽ ഏതെങ്കിലും ഒന്നിന്റെ എമൗണ്ട് അല്ലെങ്കിൽ ഒന്നിനെ പൂർണ്ണമായും അവർ എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്, റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാല് ആ കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസിന്റെ ഇഗ്നീഷൻ ടെമ്പറേച്ചർ എന്ത് ചെയ്യും, കുറയുന്നു. ഓക്സിജന്റെ മൂവ്മെന്റ് എന്ത് ചെയ്യുന്നു, ഫ്രീ ആയിട്ട് ഓക്സിജൻ അവിടെ പാസ് ചെയ്യാൻ സാധിക്കത്തില്ല. ഇപ്പൊ 2 കാര്യം ഇവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പം നമ്മൾ എക്സ്റ്റിംഗ്വിഷ് ചെയ്യുമ്പം അതിനകത്ത് ഈ 3 വസ്തുക്കളിൽ ഏതെങ്കിലും ഒന്നിനെ റിമൂവ് ചെയ്താൽ ഫർദർ ആയിട്ട് കമ്പഷൻ എന്താകില്ല, പോസിബിൾ ആകില്ല. അതാണ് ഇവിടെ സംഭവിക്കുന്നത്, ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സിൽ നോർമൽ ആയിട്ട് സംഭവിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് എന്ന് പറഞ്ഞാൽ അത് എന്താണ് ചെയ്യുന്നത്, ആ ഓക്സിജനെ അല്ലെങ്കിൽ അതിന്റെ ഇഗ്നീഷൻ ടെമ്പറേച്ചറിനെ ബ്രിങ് ഡൗൺ ചെയ്ത് ഫർദർ ആയിട്ട് ബേണിംഗ് പോസിബിൾ ആകാതെ ആക്കുന്ന ഒരു അവസ്ഥ നമ്മൾ എന്താന്ന് പറയുന്നത്, ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ ടൈമിലും നമുക്ക് വാട്ടറിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. മോസ്റ്റ് കോമൺ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഈസ് വാട്ടർ. ഓക്കെ, മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ വാട്ടർ ആണെങ്കിലും എല്ലാ കണ്ടീഷനിലും നമുക്ക് വാട്ടറിനെ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല. ഫോർ എക്സാമ്പിൾ വുഡ്, പേപ്പർ, ക്ലോത്ത്, ഈ ഒരു കണ്ടീഷനിലൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, വാട്ടറിനെ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ഒരു ഇലക്ട്രിക് എക്യുപ്മെന്റ്സിലാണ് ഫയർ പിടിച്ചതെന്ന് നിങ്ങൾ കരുതുക. ആ ഒരു ടൈമിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, വാട്ടർ അതിനകത്ത് ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കില്ല. കാരണം വാട്ടർ എന്തിനെ കണ്ടക്ട് ചെയ്യും, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും അല്ലെ. അപ്പം അത് ആ ഡിവൈസിനും അത് കൂടാണ്ട് അത് ആരാണോ അപ്ലൈ അതിനകത്ത് വാട്ടർ pour ചെയ്യുന്നത് അവർക്കും എന്താണ് ഒരുപോലെ ഹാംഫുൾ ആയിട്ട് മാറും. അപ്പം വാട്ടറിനെ നമുക്ക് ഇലക്ട്രിക് എക്യുപ്മെന്റ്സിന്റെ ഫയർ കണ്ടീഷനിൽ യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇൻഫ്ലേമബിൾ മെറ്റീരിയൽസ് ആയിട്ടുള്ള പെട്രോള്, ഓയില്, ഇതൊക്കെ ഉണ്ടല്ലോ. ഇതിനകത്താണ് ഫയർ പിടിക്കുന്നത്, നമുക്ക് വാട്ടറിന് അവിടെയും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, യൂസ് ചെയ്യാൻ സാധിക്കില്ല. ഫോർ എക്സാമ്പിൾ നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യുക, ഇതൊരു ബീക്കർ. ഓക്കെ, അപ്പം ഇതിനകത്ത് കുറച്ച് ഓയിലുണ്ട്. അത് എന്ത് ചെയ്തു, ഫയർ ക്യാച്ച് ചെയ്തു നിങ്ങൾ കരുതുക. ഇതിപ്പോ ബേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിനകത്ത് നമ്മൾ വാട്ടർ ആണ് ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ, അപ്പം വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓയിലിനേക്കാളും ഹെവിയർ ആണ് അല്ലെ. വാട്ടർ എന്ന് പറയുന്നത് ഓയിലിനേക്കാളും ഹെവിയർ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഈ ഓയിൽ എന്ത് ചെയ്യും, മുകളിലേക്ക് ഉയരുകയും വാട്ടർ അങ്ങ് എന്ത് ചെയ്യണം, അടിയിലെ പോർഷനിൽ വരികയാണ് ചെയ്യേണ്ടത്. അങ്ങനാണെങ്കിൽ ആ ഓയിൽ മുകളിൽ നിൽക്കുന്നിടത്തോളം അതിന്റെ ബേണിംഗ് എന്തല്ല, നമുക്ക് ഡിസ്ട്രബ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പം വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഒരിക്കലും ഓയിലിനകത്തുള്ള അല്ലെങ്കിൽ ഇൻഫ്ലേമബിൾ മെറ്റീരിയൽസിന്റെ ബേണിംഗ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കട്ട് ഓഫ് ചെയ്യാൻ സാധിക്കത്തില്ല. ഓക്കെ, അപ്പം കാരണം വാട്ടർ എന്ന് പറയുന്നത് ഹെവിയർ ദാൻ ഓയിൽ ആയതുകൊണ്ട് വാട്ടർ അങ്ങ് എന്ത് ചെയ്യും, സിങ്ക് ചെയ്യുകയും ആ ഓയിൽ അതിനകത്ത് ഫ്ലോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം മുകളിൽ നിൽക്കുന്നതാണല്ലോ ഇവിടെ ഓയിൽ, അത് ഫർദർ ആയിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ബേൺ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, വാട്ടറിനെ അവിടെ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പൊ ഇലക്ട്രിക് എക്യുപ്മെന്റ്സിന്റെ ടൈമിലും ഓയിൽ, ഇൻഫ്ലേമബിൾ മെറ്റീരിയൽസ് ഫയർ ക്യാച്ച് ചെയ്യുന്ന ടൈമിലും നമുക്കത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വസ്തുവാണ് കാർബൺ ഡയോക്സൈഡ്. ഓക്കെ, അങ്ങനെ ഒരു കണ്ടീഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, കാർബൺ ഡയോക്സൈഡിനെയാണ് ഇലക്ട്രിക് ഫയറിനകത്തും ഇൻഫ്ലേമബിൾ മെറ്റീരിയൽസ്, പെട്രോൾ, ഓയിൽ തുടങ്ങിയ വസ്തുക്കൾ ഫയർ ക്യാച്ച് ചെയ്യുന്ന ടൈമിലും കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് കാർബൺ ഡയോക്സൈഡ് ആണ്. കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത് ഓക്സിജനേക്കാളും ഹെവിയർ ആണ്. ഓക്കെ, അപ്പം കാർബൺ ഡയോക്സൈഡ് ഓക്സിജനേക്കാളും ഹെവിയർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാർബൺ ഡയോക്സൈഡ് അപ്ലൈ ചെയ്യുമ്പം ആ കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസിന്റെ ചുറ്റും ഇതങ്ങ് എന്ത് ചെയ്യും, അതിന്റെ ചുറ്റും അങ്ങ് സ്പ്രെഡ് ആവുകയും അതിന്റെ അകത്തൂടെ പിന്നെ ആർക്ക് പാസ് ചെയ്യാൻ പറ്റത്തില്ല, ഓക്സിജന് പാസ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയാണ് കാർബൺ ഡയോക്സൈഡ് എന്ത് ചെയ്യുന്നത്, ഫയറിനെ അവിടെ എക്സ്റ്റിംഗ്വിഷ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം കാർബൺ ഡയോക്സൈഡ് നമ്മൾ യൂസ് ചെയ്യുന്ന 2 കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് ഇലക്ട്രിക് ഫയറിന്റെ ടൈമിലും
പിന്നെ എന്താണ് ഇൻഫ്ലേമബിൾ മെറ്റീരിയൽസ് ആയിട്ടുള്ള ഓയിൽ, പെട്രോൾ തുടങ്ങിയ വസ്തുക്കൾ ഫയർ ക്യാച്ച് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് കാർബൺ ഡയോക്സൈഡിനെയാണ്. കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത് ഓക്സിജനേക്കാളും ഹെവിയർ ആയതുകൊണ്ട് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പം ആ വസ്തുവിന് ചുറ്റും ഒരു ബ്ലാങ്കറ്റ് പോലെ എങ്ങനെ എന്ത് ചെയ്യും, ആക്ട് ചെയ്യും. പിന്നെ ആർക്ക് അതിലൂടെ ഫ്രീ ആയിട്ട് പാസ് ചെയ്യാൻ പറ്റത്തില്ല, ഓക്സിജന് ഫ്രീ ആയിട്ട് പാസ് ചെയ്യാൻ പറ്റില്ല. ഇനി ഈ കാർബൺ ഡയോക്സൈഡ് എങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന അറിയാം. നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടായിരുന്നു LPG അല്ലെ, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. പെട്രോളിയം ഗ്യാസിനെ നമ്മൾ എന്ത് ചെയ്തു, ലിക്വിഡ് ആക്കിയിട്ടാണ് സിലിണ്ടറിൽ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് കാർബൺ ഡയോക്സൈഡിനെയും ഹൈ പ്രഷർ നമ്മൾ എന്ത് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്, ലിക്വിഡ് ഫോമിൽ കൺവേർട്ട് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, സിലിണ്ടേഴ്സിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമ്മളത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിന്റെ പ്രഷർ എന്താകും, കുറയുകയും അത് വീണ്ടും അങ്ങ് എന്താകും, ഗേഷ്യസ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് വളരെ അധികം വോളിയം അത്ര ഇതായിട്ട് എന്ത് ചെയ്യുക, അതങ്ങ് സ്പ്രെഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ആ സിലിണ്ടറിന്റെ കാര്യത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ കാർബൺ ഡയോക്സൈഡ് സിലിണ്ടേഴ്സ് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ 2 കെമിക്കൽസ് യൂസ് ചെയ്യാമെന്ന് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ഒന്നാണ് സോഡിയം ബൈകാർബണേറ്റും, അടുത്തത് പൊട്ടാസ്യം ബൈകാർബണേറ്റും. ഈ 2 വസ്തുക്കൾ ഫയറിന് അടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്താകും, കാർബൺ ഡയോക്സൈഡിനെ നോർമലി റിലീസ് ചെയ്യുകയും ഫയറിനെ നമുക്ക് എക്സ്റ്റിംഗ്വിഷ് ചെയ്യാനും സാധിക്കും. അപ്പം ഇത്രയും എബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ കാർബൺ ഡയോക്സൈഡ് നമ്മൾ എക്സലന്റ് ഫയർ എക്സ്റ്റിംഗ്വിഷർ എന്നാണ് പറയുന്നത്. കാർബൺ ഡയോക്സൈഡ് നമ്മൾ പറയുന്നത് എക്സലന്റ് ഫയർ എക്സ്റ്റിംഗ്വിഷർ എന്നാണ്. അപ്പം എക്സ്റ്റിംഗ്വിഷർ എന്ന് വെച്ചാൽ എന്താണ്, അല്ലെങ്കിൽ ഫയർ എക്സ്റ്റിംഗ്വിഷർ എന്ന് വെച്ചാൽ എന്താണ്, disrupts the contact between oxygen and the fuel. Okay, disrupts the contact between oxygen and the fire are known as extinguishers, fire extinguishers. അപ്പം ആ ഫ്യൂവലും ഓക്സിജനും തമ്മിലുള്ള കോണ്ടാക്ടിനെ ഡിസ്റപ്റ്റ് ചെയ്യുന്നു, മീൻസ് അത് തമ്മിലുള്ള കോണ്ടാക്ടിനെ ബ്രേക്ക് ചെയ്യുന്ന വസ്തുക്കൾ നമ്മൾ എന്തെന്ന് പറയുന്നത്. അപ്പം ഫയർ എക്സ്റ്റിംഗ്വിഷർ എന്നൊരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അതിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഫയർ എക്സ്റ്റിംഗ്വിഷർ ആയിട്ട് വാട്ടർ യൂസ് ചെയ്യുകയാണെങ്കിൽ വാട്ടർ എന്ത് ചെയ്യുന്നു, നമ്മളൊരു വസ്തുവിന്റെ മുകളിലേക്ക് അപ്ലൈ ചെയ്യുമ്പം കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ മുകളിലേക്കാണ് നമ്മൾ വാട്ടർ എന്ത് ചെയ്യുന്നത്, pour ചെയ്ത് കൊടുക്കുന്നത്. ആ ടൈമിൽ വാട്ടർ എന്ത് ചെയ്യും, ആ ഒബ്ജക്റ്റിന്റെ ടെമ്പറേച്ചറിനെ റെഡ്യൂസ് ചെയ്യിക്കും അല്ലെ. റെഡ്യൂസ് ചെയ്യാൻ മീൻസ് അതിന്റെ ഇഗ്നീഷൻ ടെമ്പറേച്ചർ ആണ് എന്ത്, കുറയുന്നത്. അങ്ങനെ ആകുമ്പം ഫർദർ ആയിട്ട് എന്താ, ബേണിംഗ് പോസിബിൾ ആകാതെ വരികയും പിന്നെ വാട്ടർ വേപ്പർ എന്ത് ചെയ്യുന്നു, ഓക്സിജന്റെ ആ ഒരു മൂവ്മെന്റിനെ കട്ട് ഓഫ് ചെയ്യുകയും ചെയ്യുകയാണ് നോർമലി അവിടെ സംഭവിക്കുന്നത്. പിന്നെ ബേണിംഗ് പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ 3 വസ്തുക്കൾ എസെൻഷ്യൽ ആണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസ്, സെക്കൻഡ് എന്ന് പറയുന്നത് ഓക്സിജൻ, തേർഡ് എന്ന് പറയുന്നത് ഇഗ്നീഷൻ ടെമ്പറേച്ചർ. ഇതിൽ ഏതെങ്കിലും ഒന്ന് റിമൂവ് ചെയ്താൽ ഫർദർ ആയിട്ട് മീൻസ് ഫർദർ എന്നല്ല, അവിടെ പിന്നെ എന്ത് പോസിബിൾ ആകില്ല, ബേണിംഗ് പോസിബിൾ ആകില്ല. ഈ ഒരു പ്രോസസ് ആണ് ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് നോർമലി ചെയ്യുന്നത്. ഒന്നുകിൽ ഓക്സിജനെ കട്ട് ഓഫ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന്റെ ഇഗ്നീഷൻ ടെമ്പറേച്ചറിനെ റെഡ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇത് രണ്ടും ഒരുപോലെയും എന്ത് ചെയ്യാം, സംഭവിക്കാം. ഇനി എല്ലാ കണ്ടീഷനിലും നമുക്ക് വാട്ടറിനെ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞതാണ് ഇലക്ട്രിക് ഫയർ, പിന്നെ ഇൻഫ്ലേമബിൾ മെറ്റീരിയൽസിന്റെ ഫയർ എന്ന് പറയുന്നത്. അപ്പൊ ഇലക്ട്രിക് ഫയേഴ്സും ഇൻഫ്ലേമബിൾ മെറ്റീരിയൽസിന്റെ ഫയറിന്റെ ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ എന്ന് പറയുന്നത് കാർബൺ ഡയോക്സൈഡ് ആണ്. അപ്പൊ കാർബൺ ഡയോക്സൈഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് ഇനോർമസ് ആയിട്ട് വോളിയം എന്ത് ചെയ്യുന്നു, ഇനോർമസ് ആയി കൂടുകയും അത് കൂൾ ഡൗൺ ചെയ്യുന്നു. ആ കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസിനെ എന്ത് ചെയ്യുന്നു, കൂൾ ചെയ്യിക്കുന്നു. മീൻസ് അത് എന്താകുന്നു, അതിന്റെ ഇഗ്നീഷൻ ടെമ്പറേച്ചറിനേക്കാളും ലോവർ ആവുകയും അതുപോലെ ഈ കാർബൺ ഡയോക്സൈഡ് അവിടെ ഒരു ബ്ലാങ്കറ്റ് പോലെ ആക്ട് ചെയ്യുമ്പം എന്ത് ചെയ്യും, ഓക്സിജന്റെ പാസേജിനെ റെഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കാർബൺ ഡയോക്സൈഡിനെ എന്തെന്ന് പറയുന്നത്, ഒരു ബെസ്റ്റ് അതർവൈസ് അല്ലെങ്കിൽ എക്സലന്റ് ഫയർ എക്സ്റ്റിംഗ്വിഷർ എന്ന് പറയുന്നത്. ഇനി കാർബൺ ഡയോക്സൈഡിന്റെ സിലിണ്ടർ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന 2 കെമിക്കൽസ് ആണ് സോഡിയം ബൈകാർബണേറ്റും പൊട്ടാസ്യം ബൈകാർബണേറ്റും. അപ്പം ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്. കണ്ടന്റ് ക്ലിയർ ആയി എന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.